മക്കളെ പൊന്നുമക്കളെ നമ്മള് കുന്നമംഗലം ഭാഗത്ത് കുറച്ച് മുമ്പ് ഒരു സ്ഥലത്തിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. മാഷാ അല്ലാ, അത് കുറെയൊക്കെ നമുക്ക് കച്ചവടാക്കാൻ കഴിഞ്ഞിട്ടാ. അതിന്റെ മുതലാളിമാരാണ് നിക്കണത്. ഇവരെ നമുക്ക് പെരുത്ത് സ്ഥലേ. അപ്പൊ നമ്മളെ കാര്യങ്ങൾ ഇവരെന്നെ അങ്ങോട്ട് ഇങ്ങക്ക് പറഞ്ഞു തരട്ടോ. ഒന്ന് പറഞ്ഞു കൊടുത്താളി. നമ്മള് ഒരു വർഷം മുമ്പ് റിഷാദ് ഭായിനെ സമീപിച്ചതായിരുന്നു. ഏകദേശം അന്ന് ഒരു ഏക്കർ 24 സെന്റ് സ്ഥലം 11 പ്ലോട്ടായിട്ട് നമ്മൾ അതെ ഉണ്ടായിരുന്നു. അതിൽ അൽഹംദുലില്ലാ ഇന്നിപ്പോ ഒരു വർഷം ഏകദേശം കഴിഞ്ഞ് ഏകദേശം നമ്മൾ 8ഓളം പ്ലോട്ടുകൾ ഇപ്പൊ സെയിൽ ചെയ്ത് കഴിഞ്ഞു. 8 പ്ലോട്ടോളം അതിലുള്ളത് 3 പ്ലോട്ട് ഉണ്ട്. അത് നിങ്ങൾ അന്ന് പറഞ്ഞെന്താ വെച്ചാ കണ്ണായ സ്ഥലമാണ് പറയട്ടാ. അത് നിങ്ങൾ ഇപ്പൊ കൊടുക്കാൻ റെഡിയാണോ? അത് അന്ന് ഓൾറെഡി ചെയ്ത് വെച്ചായിരുന്നു. ഇപ്പൊ അതും കൂടി കൊടുക്കാൻ റെഡിയാണ്. അപ്പൊ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ സ്ഥലത്തിന്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള 3 പ്ലോട്ടിന്റെ കാര്യമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വേണ്ടത് അന്ന് ഈ ഒരു സ്ഥലം അന്ന് നമ്മൾ കൊടുക്കാൻ റെഡിയല്ലൊരു ഇപ്പൊ കൊടുക്കാൻ റെഡിയാണ്. ആവശ്യക്കാർ ഇപ്പൊ തന്നെ വിളിച്ചു പോയിട്ടാ. ഒന്ന് 15 സെന്റ് സ്ഥലം, ബാക്കി 2 10 ആയിട്ടാണ്. ആ 15 സെന്റ് സ്ഥലം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1.5 സെന്റ് ആയിട്ട് മുറിച്ച് തരാനും റെഡിയാണ്. മറ്റേത് 10 ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എല്ലാ സൗകര്യം ഉണ്ട്. നല്ല വീതിയുള്ള കോൺക്രീറ്റും ടാറൊക്കെ ചെയ്തിട്ടുള്ള റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങാടിന്നൊക്കെ വളരെ അടുത്തായിട്ടുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്തിന്റെ ചുറ്റുകാര്യങ്ങളൊക്കെ എല്ലാവരും എടുത്തു പോയി അവിടെയൊക്കെ വീടിന്റെ പണിയൊക്കെ തുടങ്ങിക്കിട്ടാ. കുടിവെള്ളത്തിന് കിണറുണ്ട്, എല്ലാ സൗകര്യം ഉണ്ട്. മൂപ്പര് ആര് ഓണർ ഇതിന് ചോദിക്കണ റേറ്റ് എത്ര വെച്ചാൽ 1 സെന്റിന് 2,70,000 ആണ്. അതേതിനാണ് നമ്മൾ ആ പറഞ്ഞ 15 സെന്റ് സ്ഥലം ഉണ്ടല്ലോ മുറിച്ചു കൊടുക്കണ 1.5 സെന്റ് വെച്ചിട്ടില്ലേ, അതിന് 2,70,000 ആണ്. ഫ്രണ്ടിലുള്ള 2 ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും റേറ്റിന്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെ? നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം ഭാഗത്ത് പടനിലം എന്ന സ്ഥലത്താണ്. നിങ്ങൾ ഇപ്പൊ തന്നെ ഡയറക്റ്റ് ഓണർ നമ്പറിലേക്ക് വിളിച്ചിട്ടേ അങ്ങോട്ട് സെറ്റ് ആക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ ഫോളോ ചെയ്തിട്ട് തങ്ങളെ പെട്ടെ കൊണ്ടേ വെക്കണട്ടകളെ. അത് നിങ്ങൾ മറക്കരുത്.